സർ ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണിട്ടാണോ ന്യൂട്ടൻ ഗുരുത്വാകർഷണ ബലം കണ്ടെത്തിയത്? നമുക്കറിയാം, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഐസക് ന്യൂട്ടൻ എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ തലയ്ക്കുള്ളിൽ ഒരു ആപ്പിൾ കഥ മിന്നും. അക്കഥയിൽ ഞെട്ടറ്റ ആപ്പിൾ തലയിൽ വീഴുന്നതോടെ ന്യൂട്ടൻ ഭൂഗുരുത്വാകർഷണ ബലം കണ്ടെത്തുന്നു. വാസ്തവത്തിൽ ഇതൊരു കെട്ടുകഥയാണ്. കഥയുടെ പോക്ക് ഇങ്ങനെയാണ്. 1666 ലണ്ടനിൽ പ്ലേഗ് രോഗം പടർന്നു പിടിച്ചപ്പോഴാണ് ന്യൂട്ടൻ കേംബ്രിഡ്ജിലെ ഗവേഷണം നിർത്തി അമ്മ താമസിച്ചിരുന്ന വൂൾസ്തോർപ്പ് മാനറിലേക്ക് പോയത്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രൻ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന പ്രശ്നം അക്കാലത്ത് ന്യൂട്ടനെ അലട്ടിയിരുന്നു. ഈ സമയം സഹപ്രവർത്തകനായിരുന്ന വില്യം ന്യൂട്ടനെ കാണാനെത്തി. അന്ന് തോട്ടത്തിലൂടെ ഇരുവരും നടക്കുന്നതിനിടെ വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നതിനെ കുറിച്ചുള്ള തന്റെ പുതിയ സങ്കല്പം ന്യൂട്ടൻ വില്യമിനോട് പറഞ്ഞു. ഇക്കാര്യം വിശദീകരിക്കാൻ അടുത്തു കണ്ട ആപ്പിൾ മരത്തിലെ ഒരു ആപ്പിളിനെ ന്യൂട്ടൻ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കാര്യം ന്യൂട്ടൻ തന്റെ ആദ്യകാല ജീവചരിത്രങ്ങളിലൊന്ന് എഴുതിയ വില്യം തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുവരെ പേരിടാത്ത ഒരു ശക്തി ഉപയോഗിച്ച് ഭൂമി ആപ്പിളിനെ ആകർഷിക്കുന്നു എന്നാണ് ന്യൂട്ടൻ വിശദീകരിച്ചത്. ന്യൂട്ടൻ അന്ന് പറഞ്ഞ ആ പേരിടാത്ത ശക്തിയാണ് ഗ്രാവിറ്റി അഥവാ ഭൂഗുരുത്വബലം. ഈ സംഭവത്തിൽ നിന്നാകാം ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണ കഥ ഉണ്ടായത്. പണ്ട് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആപ്പിളിന് പകരം വല്ല തേങ്ങയോ ചക്കയോ കാണാൻ ഇദ്ദേഹത്തിന്റെ തലയിൽ വീണിരുന്നെങ്കിൽ എത്ര നന്നായെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ